ബോറടിച്ചിരിക്കുകയാണോ? പ്ലാൻ ബി എന്താലോചിക്കണം അല്ലെങ്കിൽ എവിടേക്ക് പോകണം എന്നിങ്ങനെ വിചാരിക്കുമ്പോൾ നിങ്ങളെ എന്റർടൈൻ ചെയ്യാനായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. സോ വെൽക്കം ഓൾ ഓഫ് യു. ഇന്നത്തെ ഈ ഒരു സൺഡേ കളർഫുൾ ആക്കാനായിട്ട് സ്റ്റാർ മാജിക് ടീം നിങ്ങൾക്കായിട്ട് ഒരുക്കുന്ന ഒരു ബിഗ് ആസ് സർപ്രൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് വെൽക്കം ഓൾ ഓഫ് യു. നൗ യു ആർ വാച്ചിങ് അമൃതവേണി ഹെയർ എലിക്സർ പ്രസൻസ് സ്റ്റാർ മാജിക് പവർഡ് ബൈ ജഗദീഷ്, co-powered by പിട്ടാപ്പള്ളി ഏജൻസീസ്. വെൽക്കം. സോ ഇന്ന് ശരിക്കും കുറെ തഗ്ഗടിക്കാൻ അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് കൗണ്ടേഴ്സ് ഇഞ്ചോടിഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനായിട്ട് നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് ദ കൗണ്ടർ കിങ് ഓഫ് മലയാളം സിനിമ, നമ്മുടെ സ്വന്തം ജഗദീഷ് ചേട്ടനാണ്. അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മൊത്തത്തിലുള്ള ഗ്യാങ് ഇവിടെ അസംബിൾ ചെയ്യണ്ടേ, എന്നാലല്ലേ നമുക്ക് ആ ഒരു എനർജി കിട്ടുള്ളൂ. പക്ഷേ സ്കൂൾ സ്റ്റുഡൻസിനെ പോലെ ഇങ്ങനെ പമ്മി കുറച്ച് പേര് നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം ജഗദീഷ് ചേട്ടൻ്റെ പണ്ടത്തെ ശിഷ്യന്മാരാണ് ഇപ്പോഴത്തെ, മനസ്സിലായില്ലേ, അവർ തന്നെ. സോ ഗുരു ശിഷ്യന്മാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു അസുലഭമായിട്ടുള്ള ഒരു നിമിഷമാണത്. എന്താവുന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. സോ ഏതായാലും സ്റ്റാർ മാജിക്കിന്റെ എൻറ്റയർ ടീം മെമ്പേഴ്സിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി ലെറ്റ്സ് ഇൻവൈറ്റ്. അല്ലല്ല, ഒരു സെക്കൻഡ്, ഇത് ആരാണെന്നുള്ളതൊന്ന് ക്ലാരിറ്റി എനിക്ക് തന്നേ പറ്റുള്ളൂ. ഇതാരത്? ഇത് കറക്റ്റ് നോക്കട്ടെ, ഇത് മലയെണ്ണാൻ, ഇത് കല്യാണ വീട്ടിൽ തേങ്ങ വെട്ടാമെന്ന ആള് അല്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, രസതന്ത്രത്തില് മീര ജാസ്മിൻ ഇതുപോലെ തന്നെ ഇങ്ങനെ ആൺകുട്ടിയെ, അപ്പൊ ഇത് ഏതൊരു പെൺകുട്ടിയാണോ? അതായത് ഇത് മീര ജാസ്മിൻ ആണോ? എന്റെ ഒരു നടക്കയിൽ ഒരു ആക്ഷനിലും വേണമെങ്കിൽ നിങ്ങൾ പിടിച്ചെടുത്തോ. അല്ല, സാറാണ് ഇന്നത്തെ ഗസ്റ്റ്. കാല് പിടിച്ചാണടാ കൊണ്ടുവന്നത് ഞങ്ങള്. ഉപദ്രവിക്കരുത്. അദ്ദേഹം അകലെയൊന്നുമല്ല, തൊട്ടടുത്താണ്. എക്സ്ക്യൂസ് മീ, 7 വർഷം വേണ്ടി വന്നു അദ്ദേഹത്തിന്റെ കാൽപാദങ്ങൾ ഈ ഫ്ലോറിൽ പതിയാൻ. തിരിച്ചു വിട്ടേക്കരുത്. അദ്ദേഹം വരുമ്പോ ഒരു വെറൈറ്റി വേണ്ടേ? അദ്ദേഹത്തിന് ഒരു ഗുരുദക്ഷിണായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഫിഗർ കിട്ടിക്കോളും, വരുമ്പോ കിട്ടിക്കോളും. എന്തായാലും ഗുരുദക്ഷിണയാണെന്നുള്ളത് നമ്മുടെ വരാനിരിക്കുന്ന ഗസ്റ്റ് കേട്ടു എന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ ഇത് മനസ്സിൽ വെച്ചേക്കണം. വരും. സാറിന്റെ അടുത്ത് ഒരു കാര്യം കൂടെ പറയട്ടെ, ശപിക്കരുത് സാറ്. അദ്ദേഹം എല്ലാം പിന്നിലിരുന്ന് കേൾക്കാം. എവിടെ പോയിട്ട് വരിക? അല്ല, ഈ പുഷ്പിച്ച് നിൽക്കണപ്പോ ചോദിച്ചതാ. ഞാൻ സാധാരണ ക്യാരക്ടറായിട്ട് വരുമ്പോ മുകളിൽ നിന്ന് മേക്കപ്പ് ചെയ്തിട്ട് താഴത്തേക്ക് വരുമ്പോ എല്ലാവരും എന്നെ ഒരു മനുഷ്യ ശ്രദ്ധിക്കാറില്ല. എന്താണ് പരിപാടി? ക്യാരക്ടറായിട്ട് തോന്നുന്നു. വക്കീലാണല്ലോ ഞാൻ. ഇന്ന് അങ്ങനെയല്ലേ, അവിടെ നിന്ന് ഇറങ്ങിയതും ജഗദീഷ് ചേട്ടാന്ന് ഒറ്റ വിളി. ആരാണ്? ജഗദീഷ് ചേട്ടനല്ല, ജഗദീഷ് ചേട്ടൻ തന്നെ വിളിച്ചത്. ചോദിച്ചോ? ഇല്ല, ജഗദീഷ് ചേട്ടനോട് മനസ്സിലായി ജഗദീഷ് അല്ലേന്ന്. ഞാൻ പറഞ്ഞ അത്രയൊന്നും ഒത്തരല്ലെന്ന് പറഞ്ഞു. കാട്ടുകള്ള ഇത്ര പച്ചക്കള്ളം നിനക്ക് എങ്ങനെ പറ്റുന്നത്? ഓക്കെ, 1, 2 തള്ളുകഥ നമ്മൾ കേട്ടു. ഇനി ബിനീഷ് ബാസിനും കൂടെ എന്തിനാ പറയണ്ടേ? ബിനീഷ് ബാസൻ പറഞ്ഞ കോമഡിയുടെ പൈസ തിരിച്ചു കൊടുത്തോണ്ടിരിക്കുക. ഞങ്ങളുടെ നാട്ടിലെ കല്യാണ വീടുകളില്, അടിയന്തര വീടുകളിലൊക്കെ പാചകക്കാരൻ വരും. അതിന് വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? ഹോക്കി. അതിവിടെ പറയാൻ കാരണം ഹോക്കിനെ പോലെ ഇരിക്കണം പുള്ളി. കാരണം എന്തെങ്കിലും പറയണ്ടേ? എന്തെങ്കിലും പറയണ്ടേ? മീര ജാസ്മിന്റെ മുഖത്തേക്ക് ഹോക്കി. അപ്പോഴേ ലൈവോട് കൂടി അല്ലെങ്കിൽ ലൈവായിട്ട് വാങ്ങാനായിട്ട് ശിഷ്യന്മാർ ഇത്തിരി അച്ചടക്കം പാലിച്ചോടൂ. എന്നാ ഗുരുവിനെ ഞാൻ ക്ഷണിച്ചോട്ടെ? യെസ്. പക്ഷെ അതിനു മുമ്പായിട്ട് ഈ മീര ജാസ്മിനെ ഒന്നും കൂടെ പ്രേക്ഷകർക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞപ്പോ കുറച്ച് സ്ത്രൈണത കയറിയാ. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പ്രേക്ഷകരെ താഴെ കമന്റ് ചെയ്യട്ടെ. എനിക്ക് മാത്രമാണോ തോന്നിയെന്നുള്ളത് എനിക്കറിയില്ല. മോളെ മിക്കവാറും ജഗദീഷ് ചേട്ടൻ വരുമ്പോ മീര ജാസ്മിൻ ആയിരിക്കും വരുന്നത്. ഇനി പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഞാനിപ്പോ ഒരു പാട്ട് പ്ലേ ചെയ്യാം. അപ്പൊ വരട്ടെ.
വാള് വേണം, അത് നല്ലതാണ്. ഒന്ന് അറുത്ത് കൊല്ലു എന്നെ, അറുത്ത് കൊല്ലു. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കിപ്പോഴും നിങ്ങളെ ഇഷ്ടം തന്നെ. അന്ന് ഞാനേ ഇഷ്ടമില്ലാന്ന് പറഞ്ഞില്ലേ, അത് വെറുതെ പറഞ്ഞതാ. എനിക്കിപ്പോഴും നിങ്ങളെ ഇഷ്ടം തന്നെ. കറക്റ്റ് കേട്ടാ. ഇപ്പൊ 3 എണ്ണമായി. ഇപ്പൊ ദിലീപ് ഏട്ടനും കൂടെ കയറി ചെറിയതായിട്ട് ചാന്ത് വിട്ടില്ല, എല്ലാം കൂടെ മിക്സ് ചെയ്ത് എങ്ങനെയാണ് ഇത്? കോക്ടെയില. പാട്ട് കൂടെ അത് കൂടെ ഞാൻ ചെയ്യാം. അതിനകത്തൊരു കുടിയനും കയറി വന്നു. നമുക്ക് തോന്നിയത് മീര ജാസ്മിൻ ഹലോ വന്നു. മീര ജഗദീഷ് ദിലീപേട്ട. ഇല്ല, ദിലീപേട്ടെന്ന് വിളിക്കാറായിട്ടില്ല. അത് വീണ്ടും സ്ക്രീൻ ടെസ്റ്റ് ഉണ്ട്. ആ ആയുധം ഒന്ന് മാറ്റി വെക്കും. സ്ക്രീൻ ടെസ്റ്റോ? 150 രൂപയാണ് സ്ക്രീൻ ടെസ്റ്റിന്. ദിലീപേട്ട ക്ഷമിക്കണം, ഈ ഷോയില് വന്നിട്ടുണ്ട്, ഇനി വരാന്ന് പറഞ്ഞിട്ടാ പോയത്. വരാതിരിക്കരുത്. ഇതെങ്ങനെ ഇത് സാധിക്കുന്നത്? അല്ല അതല്ല, ഞാൻ ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ നമ്മൾ ആദ്യം പ്രായത്തിന് നോക്കണം, നമുക്ക് ആരോഗ്യം നോക്കണം. അല്ലാതെ എല്ലാം ചാടിക്കയറി ചെയ്തിട്ട് നടുവ് വിളിക്ക്. അല്ല, ഇതൊക്കെ ചെയ്യാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. അപ്പൊ ഞാനല്ലേ ചെയ്യുള്ളൂ, അല്ലാതെ കണക്ക് നിന്നിട്ട് കാര്യമില്ല. കാട്ട് കഴുകുമ്പോൾ എന്നിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ തന്നെ ചെയ്യണമെന്നാണ്. ഞാൻ ഇവിടുന്ന് പൈസ മേടിക്കുന്നത്. അപ്പൊ ഈ പൈസ മേടിച്ച് അരി മേടിക്കുമ്പോ എന്റെ തൊണ്ടയെക്കുറിക്ക് ചാകരുത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മള് മീര ജാസ്മിൻ പറഞ്ഞ് തുടങ്ങിയത്. അല്ല, അദ്ദേഹം ഒരു ഇത് പറഞ്ഞില്ലേ, പൈസ മേടിക്കണത് ഇവനെ പൈസ കൊടുത്തല്ല ഇവിടെ വിളിക്കണത്. ഊണ് തരാൻ പാടാന്ന് പറയുമ്പോ ഇവൻ വരും. അല്ലാതെ എന്തായാലും തങ്കു എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഒരു ചക്കര ജെമ്മാണ് എന്നുള്ളത്. വീണ്ടും അങ്ങനെ തന്നെ ആവട്ടെ. ഞാൻ ഇങ്ങനെ അതല്ല, അവിടെ ഒപ്പിക്കൊണ്ട് പോയി എടുത്തോണ്ട് പോയത് തിരിച്ച്. നമുക്കൊക്കെ ഇങ്ങനെ ഇത് നമുക്കൊക്കെ എന്താ വേണ്ട ഇപ്പൊ? ഒന്നും വേണ്ടേ. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയാണ് ഈ കാണിക്കുന്നത്. ഞാൻ ഓൾറെഡി 3 ഉമ്മ കൊടുത്തിട്ടുണ്ട് തങ്കുവിന്. അപ്പൊ ഡയാന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അങ്ങനത്തെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ഉണ്ട്, ഡയാനയ്ക്ക് ഒരു അവസരം കൊടുക്കണമെന്ന്. എനിക്ക് ഈഗോ ഇല്ല. അതൊക്കെ വെപ്പുവല്ലെങ്കിൽ വീഴും. മീര ജാസ്മിനായി വീണ്ടും. അപ്പോ ഇനി അടുത്തത് ഒരു ഉമ്മയും കൂടെ തരട്ടെ. ഫിനിഷ് ബസ്റ്റിൻ. അതിനേക്കാളും എന്നെ കുറ്റിച്ചുള്ളു കുത്ത്. എന്തായാലും എപ്പോഴും പറയാറുള്ളതാണ്, ഈ പെർഫോമൻസിന് ഒരിക്കലും ആരും കണ്ണ് വെക്കരുത് എന്നുള്ളത്. കാരണം മിനിറ്റും സെക്കൻഡും വെച്ചിട്ട് ട്രാൻസിഷനും സ്പോട്ടിൽ കൊടുക്കുന്ന ടാസ്കുകളാണ് ഇതെല്ലാം. ഇതൊന്നും സ്ക്രിപ്റ്റഡ് അല്ല. പക്ഷെ എന്ത് പറഞ്ഞാലും ഇവിടെ നോ ഇല്ല, ഈ ഡിക്ഷണറിയിൽ നോ ഇല്ല. എല്ലാം ആ നോട്ടിനെസ് കൊണ്ട് തങ്കു ചെയ്യും. അതിനൊരു വലിയ കൈ. ഉമ്മ കൊടുക്കണോ? അല്ലല്ല, ജെസ്സിനൊരു ഉമ്മ കൊടുക്കണം. പറയല്ലേ ചെയ്യ്. ഇന്നത്തെ കാലത്തെ നേരത്തെ എന്നെ ചുണ്ടൊക്കെ കടിച്ച് കാണിച്ചായിരുന്നു. അയ്യോ, എനിക്ക് തങ്കച്ചന് ഭയങ്കര ഇഷ്ടം. ഓമനത്തുള്ള ഉമ്മയാണ്, അപ്രീസിയേഷന് വേണ്ടിയിട്ടുള്ള ഉമ്മ. അമേരിക്കന്ന് കൊണ്ടുവന്നിരിക്കുന്ന മാർഗരറ്റ് അമ്മായിക്ക് ഒരു ഉമ്മ വയ്ക്കണം. എന്തിനാ 3 പെണ്ണുങ്ങൾ അവിടെ നിന്നിട്ടാണ് ഈ കാട്ടുവാക്കം.
അടുത്ത് തങ്കച്ചനുള്ള സർപ്രൈസ് ആണ് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള മാർഗരറ്റ് ഉമ്മാരും. എടാ ഇത് കൊള്ളാലടാ ഈ സംഭവം. എടാ ഇത് കൊള്ളാം. നടക്കട്ടെ. ആ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആരെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ കേട്ടാ. നീ കൊടുക്കണമെങ്കിൽ കൊട്, എന്നായിട്ട് ചോറിനാണ് എന്നായിട്ട് ചോറിനാണ്. എന്തായാലും ഞാൻ ഒരു കസാര വരുമോ, ഞാൻ ഇവിടെ ഇരിക്കട്ടാ ഇട്ടേക്ക്. ചേട്ടാ ഒരു ഷഷ്ടി പൂർത്തിക്ക് മുത്തശ്ശന് ഉമ്മ കൊടുക്കുന്ന ഒരു ലാഘവം. ജോമി ഇപ്പൊ മനസ്സിലായ ഞാൻ പൈസക്കാണോ എന്തിനാണ് പറഞ്ഞത് ഇപ്പൊ മനസ്സിലായ? കൊടു വേണമെങ്കിൽ ഒന്ന് കൊടുത്തോ. പല്ലി കമ്പ്യൂട്ടർ ചിലപ്പം ഇടിമിന്നലേക്കാതെ ശ്രദ്ധിക്കണം. നല്ല കാര്യം നടക്കണ കൂട്ടത്തിൽ ഇതെന്താണ് ഈ കാണിക്കുന്നത്? അല്ല ഇവിടെ ഒരാൾ മാത്രം ഉമ്മ വന്നില്ല. എവിടെ? അതാ സുമേഷ്, അല്ല, അതൊരു- ആ സാധനം ഒന്നും കൂടെ ചെയ്യടാ. അല്ല വക്കീലിനെ കുറിച്ചില്ല. ഞാൻ എന്റെ തങ്കച്ചേട്ടൻ എല്ലാരും ഉമ്മ വെച്ചില്ലേ കവളില്, പക്ഷെ എന്റെ ഉമ്മ സ്പെഷ്യൽ ഉമ്മയാണ്. അതുകൊണ്ട് ചേട്ടാ എന്റെ സ്പെഷ്യൽ ഉമ്മയാണ്. അത് ഞാൻ ഈ പെമ്പിൾ എല്ലാരും വെച്ച കവളിൽ ഞാൻ തരത്തില്ല. ഞാൻ വേറെ നാളെ പോകണം. ഞാൻ അടുത്ത പെർഫോമൻസ് എന്തെങ്കിലും ചെയ്യുമല്ലോ, അപ്പൊ ഞാൻ ചേട്ടൻ തരും. പക്ഷെ അന്നും ആരും തരാൻ പാടില്ല. 6 കൊല്ലം കഴിഞ്ഞു ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇല്ല തരും, സത്യം, ഞാൻ വാക്കാണ്. ഈ ഷോയുടെ പേര് ഇന്നത്തെ മാറ്റണം കേട്ടാ. ഇതിപ്പം സ്റ്റാർ മാജിക് പവേർഡ് ബൈ ജഗദീഷ് എന്നല്ലേ, അത് മാറ്റിയിട്ട് ഒരു കിളവന്റെ വിളയാട്ടം. വേറെ കേസിൽ ഇത് തങ്കൂനല്ല തന്നെ കേട്ടോ. ഈ ഉമ്മ മുഴുവൻ മീരായാസിനുള്ളതാണ്. അല്ല ഉമ്മ വെച്ചപ്പോ തണുപ്പാണ് ഉണ്ടായത്. തണുപ്പല്ല, അത് വേറെ തലത്തിലേക്ക് കൊണ്ട് നിന്നെ ഷോക്ക് അടിക്കാൻ കൊണ്ടുപോയില്ലേ, അതേ ഒരു സുഖം. നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞോട്ടെ, കൂട്ടത്തില് ലൈക്ക് ഏറ്റവും കുറുമ്പുള്ള എന്തിനും റെഡി ആയിട്ടുള്ള ഒരു ട്രൂ ആക്ടറാണ് കേട്ടോ നമ്മുടെ തങ്കു. നമ്മുടെ ഒരു സ്നേഹമാണ്, തങ്കുന്റെ പെർഫോമൻസിനുള്ള ഒരു സ്നേഹമാണ് നമ്മളിപ്പോ ഉമ്മയായിട്ട് കൊടുത്തത്. അല്ല, പ്രേക്ഷകർക്കും വെളിയിൽ വെച്ച് കാണണമെങ്കിൽ കൊടുക്കാം, നിങ്ങൾക്കും കൊടുക്കാം. വെളിയിൽ വെച്ച് ബസ്സിലോ ട്രെയിനിലോ എവിടെയെങ്കിലും വെച്ച് അല്ല, നമുക്ക് കാണുന്നത് ഇനിയും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ. എറണാകുളത്തൊരു ഹാള് ബുക്ക് ചെയ്തിട്ട് ഈ കവള് പൊതുദർശനത്തിന് വെച്ച് ഈ കോമഡികളൊക്കെ പഞ്ചായത്ത് മേളയ്ക്ക് കൊടുക്കാം. ഓക്കെ അല്ലേ തങ്കു? എന്തായാലും സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ ഈ ഒരു ഈവന്റിൽ നമ്മുടെ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ he is here and this is Star Magic powered by ജഗദീഷ്. അപ്പൊ ജഗദീശ്വരനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആർക്കും അപരിചിതനല്ല. നമ്മുടെ മലയാള സിനിമയിൽ ഒരു അൺഅവോയ്ഡബിൾ ഫാക്ടർ, ഒരു വലിയ കൈഡിയോടുകൂടി ശിഷ്യന്മാരുടെ ഇടയിലേക്ക് നമുക്ക് നമ്മുടെ ഗുരുവിനെ വെൽക്കം ചെയ്യാം. സോ പ്ലീസ്. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം പരസ്യമാക്കണേ. അതായത് ഇവിടെ നമുക്കെല്ലാം എന്ത് ഡാൻസ് പെർഫോമൻസ് ഉണ്ടെങ്കിലും കൊറിയോഗ്രാഫർ ഒക്കെ ഉണ്ടായിരിക്കും. ചേട്ടൻ വേണ്ട. അതായത് ഈ സ്റ്റെപ്പ് മറ്റാരും കളിക്കണത് നമ്മൾ കണ്ടിട്ടില്ല. ഇതിന്റെ പിന്നിലെ കൊറിയോഗ്രാഫർ ആരാണ്? സത്യം പറഞ്ഞാൽ കൊറിയോഗ്രാഫേഴ്സിന് എല്ലാം അവരോട് എനിക്ക് ബഹുമാനമാണ്. എനിക്ക് ഒരുപാട് എന്താ പറയുക നൃത്ത സംവിധായകർ അവരുടെ സ്റ്റെപ്സ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ വരുമ്പോൾ ഞാൻ ചെയ്യുന്നത്
എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. പക്ഷെ അത് കാണാൻ പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടാ. ഇന്ന് സ്റ്റാർ മാജിക്കിന്റെ ഒരു ഈവന്റിലാണ് നമ്മുടെ ജഗദീഷ് ചേട്ടൻ നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത്. അപ്പം ചേട്ടൻ നേരത്തെ ബാക്ക് സ്റ്റേജിൽ അരമണിക്കൂറായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അതെ. ഇവിടെ നടന്ന വിക്രിയകളൊക്കെ ചേട്ടൻ അറിഞ്ഞു കാണുമല്ലോ. അല്ല, ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സില് ഒരു സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ കലാകാരികളിൽ നിന്നും ഉമ്മ ലഭിച്ച ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അപേക്ഷിക്കണം. കാരണം വെച്ചാൽ അത് തീർച്ചയായിട്ടും അതിനകത്ത് എൻട്രി കിട്ടും. ഇത്രയധികം ആരാധികമാരുണ്ടെന്നുള്ളത് കാര്യം എനിക്ക് ഒരു പുതിയ അറിവാണ്. ഭാഗ്യവാനാണ്. അവരെല്ലാം എന്താ പറയാ, ഒരു ആരാധനയോടെയാണ് എല്ലാവരും ഉമ്മ വെച്ചത്. എല്ലാ മക്കൾക്കും അവർ ഉമ്മ വെച്ചത് ഒരു സ്നേഹം. പക്ഷേ തങ്കച്ചന്റെ മുഖത്ത് ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു ശൃംഗാരം കണ്ടു. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഒരു കലാകാരൻ എന്നുള്ള രീതിയിലുള്ള സ്നേഹമായിരുന്നു തങ്കച്ചന്റെ മനസ്സിൽ. ആ സ്നേഹത്തിന്റെ റിയാക്ഷൻ ആയിരുന്നോ കുറച്ചൊക്കെ വികാര പരവശനായോ? ഒരു സൈക്കിക് വൈബ്രേഷൻ, ബഹുമാനം കൊണ്ടുള്ള വികാരം. വികാരം. അതിനാണ് കണ്ണുകളൊക്കെ ഇങ്ങനെ മോളിപ്പോയത്. ചേട്ടനത് തങ്കച്ചനാണെന്ന് മനസ്സിലായോ? ഇല്ല, ഞാൻ കണ്ടപ്പോ ആദ്യം മീര ജാസ്മിൻ ആണോ എന്നെ അനുകരിച്ചു. സത്യം പറയട്ടെ, മീര ജാസ്മിന്റെ കാര്യം പറയാം. മീര ജാസ്മിന്റെ കണ്ണുകളുമായി വളരെ സാമ്യമുണ്ട് തങ്കച്ചന് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാണ്. അതേപോലെ ജഗദീഷിന്റെ മൂക്കുമായിട്ടുള്ള ഒരു സാമ്യമില്ല, ദിലീപുമായിട്ട് ഒരു സാമ്യമില്ല. പക്ഷേ ഈ സാമ്യമില്ലെങ്കിൽ പോലും അവരുടെയൊക്കെ ഒരു ഓർമ്മ, അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാം ഓർമ്മ ഈ സ്റ്റേജിൽ കൊണ്ടുവന്നല്ലോ. ദാറ്റ് ഈസ് തങ്കച്ചൻ. അപ്പൊ അതില് എന്നെ ഇത് കലാകാരനൊക്കെ ആയിരുന്നു. ഈ പെമ്പിള്ളേർ മറ്റേ ഇഞ്ചക്ഷൻ എടുക്കാൻ പോണം. ആ കോമഡിക്ക് ഒരു മെസ്സേജ് കൊടുക്കണം. എന്തായാലും ഇന്നത്തെ ഒരു ഈവന്റില് ശരിക്കും ജഗദീഷ് ചേട്ടൻ ഇന്ന് നമ്മൾ വിളിച്ചത് തന്നെ ഒരു ഗുരുപൂജയ്ക്ക് വേണ്ടിയിട്ടാ. കാര ഇടവും വലവും നിക്കണേന്ന് ചേട്ടന് മനസ്സിലായോ? അല്ല, തീർച്ചയായിട്ടും ഈ ഗുരുസ്ഥാനമൊക്കെ തരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷെ എല്ലാവർക്കും അടിസ്ഥാനപരമായി നല്ല കഴിവുള്ളവരാണ് അവർ. ഞാൻ ജഡ്ജായിരുന്നപ്പോൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള, അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും സിനിമയിലേക്കും ടി വിയിലേക്കും ഒക്കെ തന്നെ വളരെ സജീവ സാന്നിധ്യമായി മാറാനുള്ള കാരണം ബേസിക്കലി അവരുടെ ടാലൻ്റാണ്. അതിനെ ഒന്ന് ഗൈഡ് ചെയ്യുക, ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ നൽകുക, അവരെ വേദനിപ്പിക്കാതെ അവരുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുക. ഒരിക്കലും അവരെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ജഡ്ജ്മെന്റ് എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. വേറെ സംഭവം ഞാൻ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി, അതിശയിച്ച് പോയി സംഭവം. കാര്യം നമ്മളൊരു സ്കിറ്റ് ഉണ്ടാക്കാനായിട്ട് കുറേ ദിവസം ഇരിക്കും. എന്നിട്ട് നമ്മൾ ആ സ്കിറ്റ് സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ ക്ലൈമാക്സിന് ഞങ്ങൾ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട്. എന്നിട്ട് ഞങ്ങളൊരു ക്ലൈമാക്സ് ഉണ്ടാക്കി കളിച്ച് അവസാനിപ്പിക്കും. അപ്പോഴും ചേട്ടൻ അവിടെ ഒരു ക്ലൈമാക്സിന് വേണ്ടി ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ചേട്ടൻ അവിടെ ഇരുന്നുകൊണ്ട് ആ സ്കിറ്റിന് ഒരു 10 ക്ലൈമാക്സ് അപ്പം ഉണ്ടാക്കി പറയും. അത് ഭയങ്കരമായിട്ട് അത് ചെയ്തു. ഇവരൊപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും വിക്രിയകൾ ഓർക്കുന്നുണ്ടോ ചേട്ടാ? നോബിയുടെ ഒരുപാട് നല്ല പെർഫോമൻസുകളുണ്ട്. അവിടെ ഈ ടെലിഫോൺ കണക്ഷൻ തരാനായിട്ട് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വരുന്ന ഒരാൾ, ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വരുന്ന ഒരാളുടെ ഒരു കൂളായിട്ടുള്ള ഒരു ബിഹേവിയർ നോബി എന്ന് കാണിച്ച് ഇന്നും എൻ്റെ മനസ്സിൽ ഉണ്ട്. ഫോൺ കൊണ്ടുവരുമ്പോൾ പുള്ളി ഭയങ്കര വെയിറ്റ് അല്ലേ, വേറെ ആരും മൈൻഡ് ചെയ്യില്ല പുള്ളിയാണ്. ഇവിടെ ഫോണോ? അതെ, ഇവിടെ എത്ര ആളെ നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ട് 1 വർഷമായി സാർ. ഇപ്പോഴാണ് കണക്ഷൻ കിട്ടിയത്. എവിടെ വയ്ക്കണം സംഭവം സാർ? ഇവിടെ അവിടെ വയ്ക്കണ്ട, അവിടെ വെച്ചാൽ അവിടെ ചോദിച്ചത്. പിന്നെ പിള്ളേർ വേണ്ട അവിടെ വെച്ചാൽ ഇത് പിന്നെ ഇടയ്ക്കിടെ പിള്ളേർ ഒന്ന് പിടിക്കാനും തുണ സമ്മതിക്കില്ല. ഇല്ല അതൊന്നുമില്ല സാർ. വീട്ടിലുള്ളതാ ആ ഫോണിൽ കയറി പിടിക്കല്ലേട്ടാണ് പിടിപ്പിക്കല്ലേട്ടാ കൊച്ചുങ്ങളെ. അങ്ങനത്തെ ഒരു ആത്മാർത്ഥത ഇല്ലാതെ വളരെ ബിഹേവിയർ, മറ്റുള്ളവർക്ക് ഒരു ബഹുമാനവും കൊടുക്കാത്ത ഒരു ലൈൻമാനായിട്ട് വന്ന ഒരു സംഭവം ഓർമ്മയുണ്ട്. നമ്മുടെ എലിമിനേഷൻ ഉണ്ട് അന്ന്. നമ്മളിങ്ങനെ സ്കിറ്റ് ചെയ്തിട്ട് ടെൻഷനാണ് നമുക്ക്. അന്നൊരു ഭയങ്കര സംഭവം, ഈ ആൾക്കാർ ഇത് കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പം നമുക്ക് എലിമിനേഷൻ വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. കാര്യം പോവുമോ, ഭയങ്കര ടെൻഷൻ. അപ്പം 2 ടീമിന്റെ എലിമിനേഷൻ. നമുക്കെന്താ എലിമിനേഷൻ ഞങ്ങളില്ല, വേറെ 2 ടീം 2 സ്കിറ്റും കളിച്ചിട്ട് ഇത് ജഡ്ജ്മെന്റ് പറയണം. അപ്പം ജഡ്ജ്മെന്റ് ഇങ്ങനെ ടെൻഷൻ ആക്കുമ്പോൾ ജയിച്ചേട്ടൻ പറഞ്ഞ് ഇതിന്റെ റിസൾട്ട് നമുക്ക് ബ്രേക്ക് കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ബ്രേക്കായി. അപ്പൊ 2 ടീമിന് ടെൻഷൻ. കാര്യം ഭയങ്കര ടൈറ്റ് മത്സരം. അപ്പൊ ഇവര് തമ്മിൽ പറയണം ഇവിടെ നമ്മൾ ഔട്ടാവും. അപ്പം നിങ്ങളല്ല ഞങ്ങളായിരിക്കും ഔട്ടാവണം. ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡിന്റെ അപ്പം ജഗദീഷേട്ടൻ സസ്പെൻസ് വെച്ചൊക്കെയാണ് ആരൗട്ടാവെന്ന് പറയാൻ വേണ്ടി. പിന്നീട് ഇവിടെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചപ്പോൾ ഈ ടീമുകൾ തമ്മിൽ കുഴപ്പമില്ല, നമുക്ക് പോയാലും കുഴപ്പമില്ല, നമുക്ക് കുറേ പെർഫോമൻസ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഫുഡ് വിളമ്പുന്ന ചേട്ടനാണ് എന്തായി കൊടുക്കുകയാണ്. ഇല്ലേട്ടാ ഞങ്ങൾ എലിമിനേഷനിലാണ്, ഞങ്ങൾ മിക്കാറും ഞങ്ങൾ ഔട്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ പുള്ളി വരുന്നു ആരും ഔട്ടാവില്ല. അപ്പോൾ അത് എല്ലാവർക്കും വൈകിട്ട് ഫുഡ് പറഞ്ഞിട്ടുണ്ടെന്ന്
ചേട്ടൻ സസ്പെൻസ് വെച്ചിരുന്നാണ് ഈ സാധനം. എല്ലാവർക്കും പാഴത്തിന് കാര്യം, ഒരു ടീം ഔട്ടായി പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കണ്ടത്, എല്ലാവർക്കും ഫുഡ്. അല്ല അവരപ്പം തന്നെ പോവുമല്ലോ. നൈറ്റിൽ ഡിന്നർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായി. കാരണം എലിമിനേഷനിൽ രണ്ടുപേരും ഔട്ട് ആവുന്നില്ല എന്ന് പറയുന്ന ഡിസിഷൻ ചില ആഴ്ചകളിൽ വരുമല്ലോ. രണ്ടുപേരും they are in. ശരിക്കും അടിത്തറയിൽ അത്രയും ഒരു ബേസ് നിങ്ങൾക്ക് തരാനായിട്ട് ജഗദീഷ് ചേട്ടൻ്റെ ഒരു പ്രസൻസ്. അതേപോലെ തന്നെ ഇവിടെ ഞാൻ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജഗദീഷായിട്ട് വരാനും ദിലീപായിട്ട് വരാനും ദെൻ മീര ജാസ്മിനായിട്ട് വരാനും ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് എടുത്തിട്ടുള്ളൂ തങ്കച്ചൻ. അത് വലിയ കയ്യടി കൊടുക്കേണ്ട കാര്യം. ഇത് കാണുന്ന പ്രേക്ഷകരോട് പറയാണ്, ഇവിടെ ഈ ഫ്ലോറിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്. അതല്ല തങ്കച്ചന് വീണ്ടും ജഗദീഷാകാൻ ഒരു 10 മിനിറ്റ് കൊടുക്കുക, ആ സംഭവം ഇല്ല. പറഞ്ഞ ഉടൻ പെർഫോം ചെയ്യുകയാണ് തങ്കച്ചൻ. അതൊക്കെ വളരെ ഒരു വലിയ ടാലൻ്റ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. അതിൽ നമ്മൾ രസിക്കുന്നു, ചിരിക്കുന്നു, തങ്കച്ചന് ഉമ്മ കിട്ടുന്നു. അല്ല ഞാനൊക്കെ ഇതേപോലെ സ്റ്റേജിൽ എത്ര പെർഫോം ചെയ്തിട്ടുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. ചെറിയ വിഷമമുണ്ടോ? നമുക്ക് നോക്കാം. ഇത് ആരൊക്കെയാന്ന് മനസ്സിലായോ? ഇവരോ? ഇതാരാ? നോബി. ഇപ്പൊ ഉദ്ദേശിച്ചത് എന്താണെങ്കിലും അത് വർക്കായിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ പറയില്ല, അത് വർക്കായിട്ടുണ്ട്. നോട്ടത്തിൽ പിടിച്ച് അതെ, ഞാനത് പറയില്ല, അത് വർക്കായി. നോബി 100% വർക്കായി. നോബി ആരെ ഉദ്ദേശിച്ചാണ് ഇവിടെ ഈ സ്റ്റേജിൽ വന്നിട്ടുള്ള, അത് വർക്കായി. ചേട്ടനെ പറ്റിയ പറയണത് ഒരു നിമിഷം ഒന്ന് ആലോചിക്കണം. ഇത് ജഗദീഷ് ചേട്ടാ വന്നിട്ടുള്ള. അതെ, അതാണ് എനിക്ക് ഫീൽ ചെയ്തത് ഏറ്റവും കൂടുതൽ. ഞാൻ കണ്ണാടിയിൽ നോക്കുന്ന പോലെ തോന്നി. എന്നോട് അവിടെ ചോദിച്ചു, ഒരു മിററിൽ എന്നെ നോക്കുന്ന പോലെ എനിക്ക് തോന്നി. എന്നല്ലേ ഉദ്ദേശിച്ചത്? അത് എന്നെ ഉദ്ദേശിച്ചല്ലേ? അതെ, അതും വർക്കായി. അത് വർക്കായി. അത് ഹിറ്റ്ലറില്ല, ഹൃദയമാനല്ലേ? ഉമ്മയൊക്കെ തിരിച്ചു കൊടുക്കും. ശരി. ഇതാരാ? ഇത് ഞാൻ തന്നെ അല്ലേ ചേട്ടാ? അത് വർക്കായില്ല, അവൻ ആരും ആവാൻ പറ്റൂല. അവന് ഹിറ്റ്ലറില് ആ സൈക്കിളിൽ നിന്ന് ഒരു വീഴ്ച വീഴുന്നുണ്ട്. അത് ഒറിജിനൽ വീണയാണോ അതോ? അത് വളരെ നല്ല ചോദ്യമാണ്. ഒരുപാട് പേര് എന്നോട് നേരിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതിന് മറുപടി ഈ സ്റ്റാർ മാജിക്കിന്റെ വേദിയിൽ വെച്ച് ഞാൻ പറയാണ്. അന്നത്തെ സൈക്കിളുകൾക്ക് ഒരു ഹാൻഡിൽ ലോക്ക് ഉണ്ട്, അന്നത്തെ സ്കൂട്ടറുകൾക്കും ഹാൻഡിൽ ലോക്ക് ഉണ്ട്. അതായത് ഒരു സൈഡിലേക്ക് കൂടുതൽ തിരിഞ്ഞു കഴിഞ്ഞാൽ ലോക്കാവും. അന്ന് ഞാൻ ധൃതിയിൽ അങ്ങനെ പോയപ്പോൾ തിരിച്ചപ്പോൾ ലോക്കായി. ഞാൻ യഥാർത്ഥത്തിൽ വീണതാണ് ഷോട്ട്, യഥാർത്ഥത്തിൽ വീണതാണ്. പക്ഷേ സിദ്ദിഖ് ലാലിന്റെ മിടുക്കെന്ന് പറയുന്നത് ഞാൻ വീഴുന്ന ആ പോയിന്റ് വരെ ഷോട്ട് വെച്ചിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്തു. അതുകൊണ്ട് അത്ര റിയലിസ്റ്റിക് ആയിട്ട് തോന്നി. യഥാർത്ഥത്തിൽ ഞാൻ വീണതാണ്. സിനിമയിൽ നമുക്ക് കിട്ടുന്ന കയ്യടികളുടെ പിന്നിൽ ചെറിയ ചെറിയ എഫേർട്സ് അല്ലെങ്കിൽ നൊമ്പരങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. ഗോഡ് ഫാദറിൽ മരത്തിന്റെ മുകളിൽ നിന്നും വീണത് പകുതി കഴിഞ്ഞപ്പോൾ കമ്പി പൊട്ടി ഞാൻ റിയൽ ആയിട്ട് വീണതാണ്. വന്ദനം എന്ന ചിത്രത്തില് ഈ ചേസ്, മോഹൻലാലുമായിട്ടുള്ള ചേസ് എല്ലാവരും കൈയടിക്കുന്നു, ഇന്നും കുട്ടികൾ ചിരിക്കുന്നു. പക്ഷെ അതിലും ഇതേപോലെ കമ്പി പൊട്ടി പകുതിക്ക് ശേഷം പൊട്ടി താഴെ വീണിട്ടുണ്ട്. സീറ്റ് പോയ സീൻ കറക്റ്റ് ആയിരുന്നു. അത് കറക്റ്റ് ആയിരുന്നു. സീറ്റ് പോയത് യഥാർത്ഥത്തിൽ സീറ്റ് പോയതിന്റെ ഒരു 70% നമ്മൾ അഭിനയിക്കേണ്ടി വരും. 30% മാത്രമേ അതിനൊരു മാർജിൻ കിട്ടുള്ളൂ, എന്തെങ്കിലും സ്പീഡ് കൂട്ടുക കാര്യങ്ങളൊക്കെ ഉള്ള. ബാക്കിയെല്ലാം അനുഭവിച്ചു. അതൊക്കെ അനുഭവിച്ചിട്ട് തന്നെയാണ് സിനിമയില് ഹ്യൂമറൊക്കെ ആലോചിക്കുന്നത്. ആ വേദനയൊക്കെ മറക്കുന്നത് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്ന കയ്യടി കാണുമ്പോൾ. വേദനയൊന്നും എടുക്കാതെ തന്നെ പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ കഴിഞ്ഞ ഒരുപാട് സീക്വൻസുകളുണ്ട്. ഇന്നും എനിക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടിയിട്ടുള്ളത് പ്രിയദർശൻ. താങ്ക്സ് ടു പ്രിയദർശൻ. ആ കാക്കക്കോയില്ല ആ സംഭവം, അതിന് ആക്കോൽ അവിടെ ഇല്ലല്ലോ അച്ചായ. അത് ഫ്ലോയില് കുറച്ചും കൂടെ അതിന് ആക്കോൽ അവിടെ ഇല്ലല്ലോ ചായ എന്ന് പറയുന്നത്. അപ്പൊ അനീഫ് കെ ആയിട്ടുള്ള ആ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് എനിക്കും അനീഫ് കയെ വളരെ എന്താ പറയാ ബഹുമാനത്തോടെ ആദരവോടെ സ്മരിക്കുകയാണ്. ആ സീക്വൻസ് എന്ന് പറഞ്ഞാൽ അനീഫ് കയും നമ്മൾ രണ്ടുപേരും നല്ല രീതിയിൽ അത് കഴിഞ്ഞപ്പോൾ പ്രിയദർശൻ വന്ന് ഞങ്ങൾ രണ്ടുപേരെയും അപ്രീഷിയേറ്റ് ചെയ്തു. അല്ലല്ല, അതൊരിക്കലും എൻ്റെ കോൺട്രിബ്യൂഷൻ അല്ല. അത് പ്രിയദർശൻ തന്നെയാണ് എഴുതിയത്. പ്രിയദർശൻ തന്നെയാണ് ഇങ്ങനെ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞത്. അതിന്റെ ആ വിക്കിന്റെ ആ ഒരു ടൈമിംഗ് ഒക്കെ അത് നമ്മുടെയാണ്. എന്തോ ഒരു സ്റ്റേജിൽ എന്തോ ഒരു വിശേഷം പങ്കിടാനുണ്ടല്ലോ, ഒരു ഓർമ്മ. പരിപാടി ഒക്കെ അടിപൊളിയായിട്ട് നടന്നു. ഇങ്ങനെ പരിപാടി കഴിഞ്ഞപ്പോൾ ഒരാളിങ്ങനെ കയറി വന്നിട്ട് പറഞ്ഞു സൂപ്പർ സൂപ്പർ. അപ്പം അമ്മ പറഞ്ഞു താങ്ക് യു ചേട്ടാ. ചേട്ടത്തെ സൗണ്ട് എന്ത് പറ്റി? പരിപാടി തുടക്കം പോലെ കൂവിട്ടേ. ചേട്ടന് ഇങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? അല്ല, ഇത് പറഞ്ഞിട്ടുള്ള കഥയാണ്. എന്നാൽ പോലും അതിനെ വളരെ ചുരുക്കി പറയാം, സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന്. ഇതേപോലെ ഒരു സ്റ്റേജ് അവതരിപ്പിക്കാൻ നേരത്ത് എനിക്ക് സൗണ്ട് പെട്ടെന്ന് വളരെ
പോയി. അപ്പം മുകേഷും ഞാനും ബിന്ദു പണിക്കരും ഒക്കെ ചേർന്ന് അവതരിപ്പിക്കേണ്ട സ്കിറ്റാണ്. ഞാൻ നല്ല കാശും വാങ്ങിച്ചു. നേരത്തെ വീട് പണിയൊക്കെ നടക്കുന്നുണ്ട്. ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. പുറത്തായിരുന്നോ നാട്ടിലായിരുന്നോ? നാട്ടിൽ തന്നെ, തൃശ്ശൂരായിരുന്നു. അപ്പോൾ അന്ന് എല്ലാവർക്കും ടെൻഷൻ. ആ സ്കിറ്റ് അവതരിപ്പിക്കാൻ കഴിയില്ല. ഒരു സ്കിറ്റേ ഉള്ളൂ മുകേഷും ഞാനും ഒക്കെ ഉള്ളത്. അപ്പോൾ അന്ന് രാവിലെ പത്രസമ്മേളനത്തിൽ ഞാൻ ഒന്നും സംസാരിച്ചില്ല. അപ്പോൾ പത്രക്കാരൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, മുകേഷ് പറഞ്ഞു അവന് സംസാരിക്കാൻ പറ്റുന്നില്ല, അവന് വോയിസ് ഒക്കെ പോയി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇനി എങ്ങനെ അവതരിപ്പിക്കും, ഒരു പിടിയും ഇല്ല, ചിലപ്പോൾ കാണൂല്ല സ്കിറ്റ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ രണ്ട് കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. ഒന്ന്, ഇത് അവതരിപ്പിക്കാൻ കഴിയാത്തതിൻ്റെ വലിയൊരു നിരാശ. രണ്ടാമത്തത്, ഈ കാശ് വെച്ച് വീടിൻ്റെ പണിക്ക് കുറച്ച് സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇറക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിൻ്റെ നിരാശ. ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് സ്കിറ്റ് തുടങ്ങേണ്ട 8:30-ക്കാണെങ്കിൽ ഒരു 8:15 എങ്ങനെയെന്നറിയില്ല ഈശ്വരൻ എൻ്റെ വിളി കേട്ടു, എൻ്റെ ശബ്ദം ശരിയായി. അപ്പോൾ വോയിസ് റെസ്റ്റാണ് എനിക്ക് പറഞ്ഞിരുന്നത്. പിന്നെ ഡോക്ടേഴ്സ് ഒരു കാരണവശാൽ ഇന്ന് അവതരിപ്പിക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ മുകേഷിൻ്റെ അടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് പത്രക്കാർ വന്ന് ചോദിച്ചു, എന്താണ് മുകേഷ് ഇന്ന് രാവിലെ പറഞ്ഞില്ലേ വോയിസ് റെസ്റ്റാണ്, ഡോക്ടേഴ്സ് പറഞ്ഞ് സ്കിറ്റ് കളിക്കാൻ പറ്റില്ലെന്ന്. അവിടെ തന്നെ മുകേഷിൻ്റെ മറുപടി, ശാസ്ത്രം തോറ്റ് ആക്രാന്തം ജയിച്ച്. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് സ്റ്റേജില്. ചെറുപ്പത്തിലേ ഒരു 9ാം ക്ലാസ്സിലെ 8ാം ക്ലാസ്സിലെ പഠിക്കുന്ന ടൈം. അപ്പൊ ഞങ്ങള് അത് പറഞ്ഞു നടുക്ക് ചെറുപ്പത്തിലാണെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അപ്പോളേ സെന്ററിൽ വന്നാലേ ക്ലോസ് കിട്ടുള്ളൂ. പുരുഷന്റെ വഴിക്ക് പിലാത്തോസും പടന്മാരും വേണം. അപ്പൊ ഞാൻ പടനായിട്ടാണ് അഭിനയിച്ചത്. നടന്ന സംഭവം ഇത് കോമഡി അല്ല. അപ്പൊ ഇതുപോലെ മീശ ഒട്ടിച്ച, അപ്പൊ ആ കാലത്ത് മീശ ഉണ്ടാവില്ല. 9ാം ക്ലാസ് പഠിക്കുമ്പോൾ മീശ ഉണ്ടാവില്ല. തങ്കച്ചേനെ ഒട്ടിച്ചു കൊടുത്ത് അങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റുമല്ല. അപ്പൊ റെക്സിനെ ഒട്ടിക്കുന്ന പശ വെച്ചിട്ട് എനിക്ക് മീശ ഇങ്ങനെ ഒട്ടിച്ചു തന്നു. കഴിഞ്ഞിട്ട് റെക്സിനെ ഒട്ടിക്കുന്ന ഗമ്മ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞ് സംഭവം ഇത് വലിച്ചിട്ട് പോകുന്നില്ല. അത് കൊണ്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഇത് പറിച്ചെടുക്കാൻ പറ്റണില്ല. എന്റെ കൂട്ടുകാർ വന്നിട്ട് വലിച്ച് പറിച്ചെടുത്തപ്പോ ബ്ലഡ് ആയി ഇവിടെ കംപ്ലീറ്റ്. എന്നിട്ട് 6 മാസം ഞാൻ മീശയും വെച്ച് നടന്നു. ബ്ലഡ് മാറിയപ്പോ ഇവിടെ മീശയായി. ആ ഗമ്മ് ബാക്കിയുണ്ടോടാ? അല്ലെ രണ്ടും കൂടെ ചേർത്ത് വെച്ച് ഒട്ടിക്കാനായിട്ട് അന്ന് ഇത് ഒട്ടിച്ചു വിടാനുള്ളായിരുന്നു. മിറക്കിളാണ്. ജഗദീഷ് ചേട്ടൻ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഫ്ലോറിൽ സ്കിറ്റ് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു അവാർഡ് നൈറ്റിന്. അന്നേരം നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അദ്ദേഹത്തിന്റെ കൂടെയാണ് ചെയ്യുന്നത്, ഭയങ്കര ടെൻഷനായിരിക്കും. പക്ഷെ നമ്മളെ കെയർ ചെയ്ത് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന്, അതുപോലെ ഒരുപാട് തവണ നമ്മളെ കൊണ്ട് റിഹേഴ്സൽ ചെയ്യിപ്പിച്ച്. ഇപ്പം ജഗദീഷ് ചേട്ടന് ഇപ്പം എനിക്ക് 1 പ്രാവശ്യം കേട്ടാൽ മതി, അല്ലെങ്കിൽ 2 പ്രാവശ്യം കേട്ടാൽ മതി, ഓക്കെ നമുക്ക് സ്കിറ്റ് റെഡി ആയെന്ന് പറഞ്ഞിട്ടൊക്കെ പോകും. പക്ഷെ കൂടെ നിന്ന് നമ്മളെ കംഫോർട്ടാക്കി ഒരുപാട് തവണ റിഹേഴ്സൽ ചെയ്തിട്ടാണ് അദ്ദേഹം സ്റ്റേജിൽ കയറിയത്. അപ്പം അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത്. പ്രൊഫസറൊക്കെ അല്ലേ, അപ്പൊ അതുകൊണ്ട് ചോദിക്കുകയാണേ. ഒരു അച്ഛനും മകനും ഒരു മരുഭൂമിന്റെ അകത്ത് ഒറ്റപ്പെട്ടു പോയി. മകന്റെ കയ്യിൽ ഒരു മിഠായി ഉണ്ട്, വേറൊന്നുമില്ല. അവരെങ്ങനെ രക്ഷപ്പെടും? ഓക്കെ, മരുഭൂമിയിൽ അല്ലേ? ഇങ്ങനെ മുട്ടായി മാത്രമായിട്ടുള്ള ഈ അച്ഛനും മകനും അവർ രക്ഷപ്പെടാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവര് രക്ഷപ്പെടാൻ പാടില്ല. എൻ്റെ അഭിപ്രായം ഇതെന്തിനു റിസർവ് ചെയ്ത് വെച്ചു ഈ മുട്ടായി? അങ്ങനെ മണ്ടത്തരം കാണിച്ച അച്ഛനും മകനും ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. ഇല്ലെങ്കിൽ ഇതിനകത്ത് പെടുന്നതിന് മുമ്പ് മുട്ടായി എങ്കിലും കഴിക്കായിരുന്നു. ഇപ്പൊ ഈ മുട്ടായി വെച്ച് എന്തിനു രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ച എന്തിനാണ്? ഇവരോട് എനിക്ക് യോജിപ്പില്ല. അത് പറഞ്ഞിട്ട് കാര്യമല്ലേ, രക്ഷപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ഐഡിയ? എന്നാലും നിങ്ങൾ ഒരു മെസ്സേജ് ആയിട്ട് പറയാണ്, ഇങ്ങനെയുള്ള അവസരത്തിൽ മുട്ടായി കയ്യിലുണ്ടെങ്കിൽ നേരത്തെ കഴിച്ചോണം. ആ മുട്ടായി തിന്നുമ്പോ സന്തോഷവാനായി ആ വാനിലിക്കാർ രക്ഷപ്പെട്ടെന്ന് പറയാൻ പറ്റില്ലേ? ഒരു കാര്യമുണ്ട്, ആ മറുപടി അതിലും ഒരു ലോജിക്കിന്റെ പ്രശ്നമുണ്ട്. സന്തോഷവാനായില്ലേ? അപ്പൊ സന്തോഷവാൻ ആരായി? അച്ഛനോ മകനോ? മകനാണ് സന്തോഷവാനായത്. അച്ഛനോ? അച്ഛന്റെ കാര്യം അതാണ്. അച്ഛനെ മറക്കുന്നു നിങ്ങൾ. അതല്ലല്ല, നിങ്ങൾ അച്ഛനെ മറക്കുന്നു. സന്തോഷവാനായി. അവിടെ വരേണ്ടത് സന്തോഷവാന്മാരായി എന്നാണ്. സന്തോഷവാന്മാരായി. അവിടെ മിസ്റ്റേക്ക്, അടിസ്ഥാനപരമായ മിസ്റ്റേക്ക്. അവിടെ അച്ഛനെ മകനെ മാത്രം. മകനോട് ചിലപ്പോൾ പ്രേമം കാണുമായിരിക്കും, അതെനിക്ക് പ്രശ്നമല്ല. പക്ഷെ അച്ഛനെ എന്തിനു ഒഴിവാക്കുന്നു? അത് ശരിയല്ല. അച്ഛനും മകനും സന്തോഷവാന്മാരായിരിക്കണം. അതാണ് ഒരു സമൂഹത്തിനുള്ള നമുക്ക് നൽകേണ്ട സന്ദേശം. ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാം. ചേട്ടൻ നയൻതാരയും അതുപോലെ ഐശ്വര്യയും കൂടി ഒരു വള്ളത്തിൽ പോകുന്നു. വള്ളം മുങ്ങി. ഈ രണ്ടുപേരിൽ ആരെ പിടിച്ചു കയറ്റും? ആർക്കാദ്യം കൈയെടുക്കുന്നത് പ്രശ്നമല്ല. 2 പ്രശസ്തരായിട്ടുള്ള കലാകാരികൾ മുങ്ങുന്നതിന്റെ കൂടെ ഞാനും മുങ്ങും. അതാണ് എന്റെ എനിക്കങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. 2 യുവതികളെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ജഗദീഷ് എന്തിന് ജീവിച്ചിരിക്കുന്നു? ഇവിടെ എല്ലാവരും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ ഞാനും കൂടെ ഞങ്ങൾ രണ്ടുപേരും വീഗം, തീപ്പൊരി പെന്നി എന്ന് പറഞ്ഞ 2 പടങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ സാർ രണ്ടും ഭയങ്കര സീരിയസ് കഥാപാത്രങ്ങളായിരുന്നു രണ്ടിലും. എനിക്കൊരു കോമഡി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ചോദ്യം ചോദിക്കാനുണ്ട്. എടാ, ഇവിടെ നടക്കുന്നത് എന്താണെന്നോ
ഒരു അപ്പൂപ്പനും അമ്മുമ്മയുണ്ട്. പപ്പനോ? ഇവനും അമ്മൂമ്മയും അമ്മുമ്മയുണ്ട്. ഒരു മാവും ഉണ്ട്. മാവുമ്മേല് 3 മാങ്ങ. വാങ്ങ. അമ്മുമ്മ വെള്ളം എടുക്കാൻ വേണ്ടി പോയപ്പോ 1 വീണ്. തിരിച്ചു വന്നപ്പോ 2 വീണ്. മാത്തേൽ എത്ര മാങ്ങയുണ്ട്? അമ്മൂമ്മയൊക്കെ വീണേന് മാങ്ങയുടെ കണക്ക്. വേറെ കാര്യമുണ്ട്. അമ്മൂമ്മ വീണതിനെ കുറിച്ച് രക്ഷിച്ച് അമ്മൂമ്മ ആശുപത്രി കൊണ്ടുവന്ന് നോക്ക്. ഈ മാങ്ങയുടെ എണ്ണം പറഞ്ഞു നോക്കിക്കൊണ്ടിരുന്ന അപ്പോഴും കൊതി മാങ്ങയിലാണ്. അമ്മൂമ്മയെ രക്ഷപ്പെടുത്താൻ നോക്ക്. അമ്മൂമ്മ രക്ഷപ്പെടുത്താൻ ആശുപത്രി കൊണ്ടുവന്ന് നോക്ക്. ആംബുലൻസ്. ഓക്കെ, അപ്പൊ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ ഈ ഒരു ഈവന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്രയും പേര് നമ്മൾ ഒരുമിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ ഫേസിൽ മാത്രം ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. ചേട്ടാ സിൻസിയർ ആയിട്ട് പറയാ, ഹോൾ ടോട്ടൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരാളുടെ ഫേസ് മാത്രം ഭയങ്കര ടെൻഷനാണ്. കാരണം ഇപ്പോൾ 4 മണിയായി കഴിഞ്ഞാൽ ഒരാളുടെ നമ്മുടെ ഷൂട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യം 4 മണിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡിക്ലറേഷൻ ഉണ്ട്. +2 എക്സാംസിന്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്ന സമയമാണ്. കുട്ടി ഭയങ്കര ടെൻഷനിലാണോ? രാവിലെ മുതൽ ഭയങ്കര ടെൻഷനിലാണ്. ഇവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടിയാട്ടോ. നല്ല ടെൻഷൻ ഉണ്ട്. ഏത് സ്ട്രീം ആയിരുന്നു? ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. ഹ്യൂമാനിറ്റീസ് ആണ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം കുഴപ്പമില്ലായിരുന്നു, എഴുതിയിട്ടുണ്ട്. ഹ്യൂമാനിറ്റീസിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു വിഷയം? ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, മലയാളം. എക്കണോമിക്സിന്റെ ഡെഫിനേഷൻ പറയാമോ? പേപ്പറിൽ എഴുതി കൊടുത്തപ്പോൾ ഞാൻ മറന്നു. ഇനി കൂടുതൽ വിഷമിപ്പിക്കുന്നില്ല. എക്കണോമിക്സ് is defined as the study of mankind in the ordinary business of life. It examines that part of individual and social action which is most closely connected with material requisites of well-being. ഇത് ടെൻഷൻ കൂടി. അപ്പോ ടെൻഷൻ ഒന്നും കൊടുക്കില്ല. പറയുമ്പോ ഇപ്പൊ എക്സാം എഴുതി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അത് മാത്രമല്ല, കഴിഞ്ഞതിന് മുന്നത്തെ സ്കെഡ്യൂൾ വരെ എക്സാമിന്റെ തലേന്ന് വരെ ഇവിടെ ഷൂട്ട് അറ്റൻഡ് ചെയ്ത് പോയിട്ടുള്ള ഒരാളാണ് അല്ലേ? എന്താ എക്സ്പെക്ടേഷൻ? ഫുൾ A+ കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്, പക്ഷെ അറിയില്ല. നമുക്ക് എന്തായാലും ഏകദേശം സമയം ഷാർപ്പ് ടൈമാണ് കേട്ടോ. നമുക്ക് ഒന്ന് നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോ ആദ്യമായിട്ട് ഈ ഫ്ലോറിൽ ഒരു സ്കൂൾ കുട്ടിയുടെ എക്സാമിനേഷൻ റിസൾട്ട്, ബോർഡ് എക്സാമിനേഷൻ 12th എക്സാമിനേഷന്റെ റിസൾട്ട് നമ്മൾ നോക്കാൻ പോവാണ്. അയ്യോ, അത് ലൈവ് ഭയങ്കരമായി പോയിട്ടോ. ഞാനൊക്കെ പഠിച്ചപ്പോ ഇവിടെ വരാത്ത ഭാഗ്യം. എന്റെ പ്ലാൻ, ഫ്യൂച്ചർ പ്ലാൻ എന്താ? LLB ലോ എൻട്രൻസ് എക്സാം എഴുതി LLB എല്ലാ A+ കിട്ടിയാ ഇനിയിപ്പം ഇൻ കേസ് നമുക്കിപ്പം A+ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ LLB തന്നെ എടുക്കും. കാരണം എന്റെ അച്ഛൻ വക്കീല, എനിക്കും വക്കീലാവണം. എക്കണോമിക്സ് പാടായിരുന്നു പൊതുവെ. ഡെഫിനിഷൻ നമ്മളൊന്ന് തപ്പിയത്. അപ്പൊ എക്കണോമിക്സ് മാത്രം ഞങ്ങൾക്ക് കുറച്ച് പാടായിരുന്നു. പക്ഷെ ഞങ്ങൾ എല്ലാത്തിലും A+ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അറിയില്ലല്ലോ, വാലുവേറ്ററിന്റെ അപ്പുറത്തെ ഒരു മൈൻഡ് സെറ്റും കൂടെ നമുക്ക് അറിയില്ലല്ലോ അല്ലേ? എങ്ങനെയായിരുന്നു ദേവിക്കുട്ടി, അതായത് ഷൂട്ടും പഠിത്തവും ഡാൻസും എല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്തിരുന്നു? നമ്മ എപ്പോഴും പറയോ പഠിക്കൂ എന്ന് പറഞ്ഞോണ്ടിരിക്കോ? അവള് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അങ്ങനെ ഞാൻ പറയാറില്ല പഠിക്കാൻ. അവള് സ്വയം പഠിക്കണം എന്ന് തന്നെയാണ് പറയാറുള്ളത്. ഇനിയും അങ്ങനെ തന്നെയാ പറയുന്നത്. എക്സാം കഴിഞ്ഞു വന്നപ്പോ എന്തായിരുന്നു അമ്മ അവളുടെ ഒരു മനസ്സിൽ? എക്കണോമിക്സ് കഴിഞ്ഞിട്ട് വന്നപ്പോ കരഞ്ഞു. അച്ചോ, എനിക്കൊന്നും വരുന്നില്ല, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഞങ്ങളിവിടെ ചെറുതായിട്ട് കരഞ്ഞൊക്കെ തുടങ്ങി. സോ കരയരുത്. Over to our 12K Vistara. അപ്പൊ full A+ ആണ് നമ്മുടെ ഉള്ളത്. അച്ചോടാ, വരൂ സ്റ്റേജിലേക്ക് വരൂ. ദേവിക്കുട്ടി എപ്പോ ഷൂട്ടിന് വരുമ്പോഴും അമ്മ കൂടെ ഉണ്ടാവാറുണ്ട്. ഹലോ അമ്മച്ചി, ഫ്ലവേഴ്സിന്ന് എപ്പോ വിളിച്ചാലും എന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും എടുത്ത് കൊടുക്കരുത് കേട്ടോ. നാണം കിട്ടോ. അച്ഛൻ LLB റാങ്ക് ഉണ്ടായിരുന്നു, ചേട്ടൻ യൂണിവേഴ്സിറ്റി ടോപ്പറാണ്. അപ്പൊ ആ സമയത്ത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് നല്ലൊരു മാർക്ക് മേടിക്കണം എന്ന്. അപ്പോ എക്കണോമിക്സ് കുറച്ച് പാടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി. നമ്മൾ ഇരുന്ന് പഠിച്ച് നമ്മുടെ ഒരു അധ്വാനം അത് തന്നെ എന്നെ പോലെ തന്നെ
അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. കാരണം ട്യൂഷനൊന്നും പോകാതെ അവള് സ്വയമാണ് പഠിച്ചത്. പലരും എന്നോട് ചോദിച്ചു പഠിക്കുന്ന കുട്ടിയാണ് എന്തിനാണ് ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്, നന്നായിട്ട് പഠിക്കുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അവള് പഠിക്കും. എനിക്കറിയാം അല്ലേ? എന്റെയും അവളുടെ അച്ഛന്റെ ഒരു വിശ്വാസം. എനിക്ക് അന്നൊരു വാശി ഉണ്ടായിരുന്നു, ഞാൻ വാങ്ങിക്കും. അച്ഛനും അമ്മയും കൊണ്ടുനടക്കുന്നതിന് എനിക്ക് എന്തായാലും കാണിച്ചു കൊടുക്കണം എന്നുള്ള വാശി. അപ്പോൾ 10th ഫുൾ A+ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലും കിട്ടുമെന്ന് എക്കണോമിക്സ് ഒക്കെ സ്വന്തമായിട്ട് പഠിച്ചുകൊണ്ട് ഇച്ചിരി പാടുണ്ടായിരുന്നു. പക്ഷേ എനിവേ ഹാപ്പി. ഒരു റിയാലിറ്റി ഷോയില് ഫസ്റ്റ് പ്രൈസ് നേടുന്ന പോലെ തന്നെയാണ് നമ്മുടെ അക്കാഡമിക്സിലും കൂടെ അതുപോലെ നമ്മുടെ അതർ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഒരുപോലെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുക. എല്ലാ സബ്ജക്റ്റിനും ഓൾ ടോട്ടൽ A+ അപ്പൊ ഒരു വലിയ കൈയടി. ഇവിടെ വരുന്ന സമയത്ത് റിഹേഴ്സൽ സമയത്ത് എൻ്റെ അടുത്ത് ചേട്ടാ പരീക്ഷയാണെന്ന് പറയുമ്പോൾ എനിക്ക് അറിവുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ആ കൊച്ചിന് അത്ര. അതായത് അറിവുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ മുത്തച്ഛൻ ഉണ്ടെങ്കിൽ ആ മുത്തച്ഛൻ മുട്ടുവാൻ വരുമ്പോൾ ഇങ്ങനെ ചെയ്യണം. ഞങ്ങളെ പുതിയ കോമ്പ അനുഗ്രഹിക്കണേ. പുതിയ കോമ്പ അനുഗ്രഹിക്കണേ. അതിന്റെ ഇടയിലൂടെ അതെ. ഹലോ, ആ കോമ്പൗണ്ട് ഐശ്വര്യം എനിക്ക് തോന്നുന്നു തങ്കു തന്നെ വായിച്ച്. അതാണ് ഞാൻ പറഞ്ഞത്. ആർട്ടിന്ന് ലെൻസ് കൂടിയ കണ്ണാടി കൊണ്ടുവരൂ. ഇംഗ്ലീഷ് A+ എല്ലാം സബ്ജക്ട്. ആണോ? ദ്രോഹം കാണിക്കല്ലേ. ഇംഗ്ലീഷ് A+. മലയാളം A+. ഹിസ്റ്ററി A+. എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജിയോഗ്രഫി A+. ഒപ്റ്റിക്കൽസ്, ഓപ്ഷൻസ്. ഇതിനൊക്കെ മോള് വാങ്ങിച്ചല്ലോ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ എപ്പോഴും മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാർ, അറിവുള്ള ആൾക്കാർ പറഞ്ഞു തരുന്നത് പോലെ. കാരണം ഞാൻ പറഞ്ഞു തന്നത് മോളെ പഠിപ്പിക്കുന്ന സാറ് പറഞ്ഞു തരുന്നത് പോലെ മോൾ എടുത്തത് കൊണ്ടാണല്ലോ അത് കേട്ടൊക്കെ ഇത് എഴുതിയത്. സന്തോഷമുണ്ട് മോളെ, സന്തോഷം. ഇപ്പോൾ ഇതിപ്പോൾ ഇവിടെ കാണുന്ന വിഷൽ സ്കൂളിലെ പ്യൂൺ അഭിസംബോധന ചെയ്യുന്നു. അല്ലേ ലക്ഷ്മി അറിയാത്തൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ വിഷു എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമാണ് എക്സാമിന് പോകുന്നത്. അതിന്റെ തലേന്ന്. അതായത് പഠിച്ചിരിക്കേണ്ട സമയത്ത് കുട്ടിയെ ഡാൻസ് കളിപ്പിച്ച് ആസലാക്കിയിട്ടാണ് 200 കിട്ടിയത് ആ 3 അതെന്തെന്നറിയാം, നമ്മൾ ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് നിന്ന് കളിക്കുകയും ആ ആർട്ടിസ്റ്റിന്റെ അടുത്ത് പെർഫോം ചെയ്യുമ്പോൾ ഒരു ഐശ്വര്യമാണ് അത്. അതിനകത്ത് പഠിച്ചു എന്നാലും ശരിയാ. ചിലത് പഠിക്കാൻ നേരത്തെ ഈ അപ്പൂപ്പൻ താടിയൊക്കെ ഈ ബുക്കിന്റെ ഉള്ളിൽ വെച്ചാൽ നല്ലതാന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. റിസൾട്ട് ഇവിടെ എനിക്കൊരു അപേക്ഷ ഉണ്ടേ. അനുവിന്റെ മാർക്ക് ലിസ്റ്റ് ഇവിടെ ഒന്ന് കാണിക്കണമെന്നൊരു ചെറിയ അപേക്ഷയുണ്ട്. കൊറോണയ്ക്ക് വാക്സിൻ എടുത്തല്ല. അല്ല, അതൊരിക്കലും കാണിക്കാൻ പറ്റൂല. 12 SLC ബുക്ക് ഉണ്ട്. എല്ലാം കൂടെ കാണിക്കണമെങ്കിൽ 3 എപ്പിസോഡ് വേണം. ചേട്ടാ എങ്ങനെയായിരുന്നു ഈ പണ്ട് മുതലേ ഭയങ്കര പഠിപ്പിസ്റ്റായിരുന്നോ? ഞാൻ ഈ പറഞ്ഞ പോലെ കലാപരമായിട്ടുള്ള ആക്ടിവിറ്റീസിലെല്ലാം സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതലും പഠിച്ചിരുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ ഞാൻ നന്നായിട്ട് നന്നായിട്ട് പഠിക്കും. ഈ ആൺകുട്ടികൾ ഇപ്പൊ കളിക്കാനൊക്കെ പോവില്ലേ, അതുപോലെ അങ്ങനെയൊന്നും അല്ല, അതിലെ ഗെയിംസ് എന്നൊക്കെ ഞാൻ അത്യാവശ്യം മിനിമം ഒക്കെ കളിച്ചിട്ടുള്ളൂ. പ്രിയദർശൻ, മോഹൻലാൽ ആ സമയത്തൊക്കെ അവരൊക്കെ ക്രിക്കറ്റാണ്. അതിൻ്റെ കൂടെ ഞാൻ ക്രിക്കറ്റ് കോർക്ക് ബോൾ എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് പ്രിയദർശൻ്റെ കണ്ണിന് ചെറിയ പ്രോബ്ലം വന്നിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ കാലത്ത് ക്രിക്കറ്റ്, ഹോക്കി ഇതൊക്കെ മിനിമം കളിച്ചിട്ടുണ്ട്. Once again, ഇത് Star Magic powered by ജഗദീഷ്. അനു പറയണേ, അനുവിന് 4 A-കുരിശും 4 A ആയിരുന്നു. മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഓഡിയൻസിൽ വന്ന ഒരു കുട്ടിക്കും ഇതുപോലെ തന്നെ കംപ്ലീറ്റ് A+ ഉണ്ട് കേട്ടോ. ഒന്ന് കൈവന്തിക്കൂ പ്ലീസ്. കൺഗ്രാറ്റുലേഷൻസ്. 1 2 പേർക്കുണ്ട്, 3 പേർക്കുണ്ട്. ഗുഡ് ജോബ്. ഇത്രയും പഠിക്കുന്ന അക്കാഡമിക്സിൽ ഇത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് എപ്പോഴാണ് സ്റ്റാർ മാജിക് കാണാൻ ടൈം കിട്ടുന്നത്? ഇതിന്റെ ഇടയിൽ എങ്ങനെ സമയം ഉണ്ടാക്കണോ സ്റ്റാർ മാജിക് കാണാൻ? വൈ? ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം, നിങ്ങളെല്ലാരെയും എനിക്ക് ഇഷ്ടമാണ്. ഈ 4 പേരിലെ സ്റ്റാർ മാജിക്കിന്റെ കട്ട ഫാൻ ആരാ? സംസാരിക്കടോ. പറയൂ, പേരെന്താ? കെസിയ. ഓക്കെ, കെസിയ വീട് എവിടെയാ?
രാമമംഗലത്ത്. രാമമംഗലം. എന്താ സ്റ്റാർ മാജിക് ഇത്ര ഇഷ്ടാവാൻ കാരണം? ഞാനൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര എനിക്ക് എക്സാമിന്റെ ഒക്കെ സമയത്ത് ഭയങ്കര സ്ട്രെസ് വരുമ്പം ഞാൻ യൂട്യൂബിൽ അടിച്ചിട്ട് കോമഡി തന്നെ കണ്ടോണ്ടിരിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും സ്ട്രെസ് റിലീഫ് ആണല്ലോ മെയിൻ ആയിട്ടും. എന്റെ പാട്ടും അതെ, ടീമിന്റെ പാട്ടും നമുക്ക് ഉള്ളിൽ സന്തോഷം തരുന്നതാണല്ലോ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്. സ്റ്റാർ മാജിക്കിനെ ഇഷ്ടപ്പെടുന്നവരെ ലൈഫ് ലോങ് ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും ഞങ്ങൾക്ക് ഒരു ഇരട്ടി പ്രചോദനമാണ്. ഇപ്പോൾ 7 വർഷം പിന്നിടുന്നു, അതിന് 10 വർഷമാവട്ടെ 15 വർഷമാവട്ടെ, ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നവർ ഇനിയും ഞങ്ങളുടെ കൂടെ വേണം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ലവിങ് അസ്. ശരി, ഇനി നമുക്ക് ഗുരുപൂജയിലേക്ക് പോവാം കേട്ടോ. അതായത് ലൈക്ക് ഇവിടെയുള്ള മെജോറിറ്റി ഇവിടുത്തെ സ്ട്രോങ് നമ്മുടെ ചേട്ടന്മാര്, ആ ഒരു ബേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന്റെ എന്താ പറയുക ശിക്ഷണത്തിൽ തന്നെയായിരുന്നു ഇത്രയും ആയതെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു മോട്ടിവേഷൻ ലെവൽ. സോ ഇനി ഓവർ ടു നമ്മുടെ ചേട്ടന്മാർക്ക് തരികയാണ് അങ്ങോട്ട് ഫ്ലോർ. ഗുരുപൂജയ്ക്ക് മുമ്പ് എനിക്കൊരു പ്രായശ്ചിത്തം ചെയ്യണം. പ്രായശ്ചിത്തം എന്താണ്? എന്തിനാന്നും കൂടെ ഒന്ന് പറയൂ. പെർഫോമൻസ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ അതിന് അഡ്വാൻസ് ആയിട്ട് ഞാൻ അതൊരു അല്ല, അങ്ങനെയാണ് ഞാനും. ഓക്കെ, ഇവരെല്ലാം തന്നെ ഞാൻ പറഞ്ഞല്ലോ ബേസിക്കലി വളരെ ടാലന്റഡ് ആണ്. അതിൻ്റെ ഒരു ഗുരുസ്ഥാനം ഞാൻ അർഹിക്കുന്നില്ല. ഞാനൊരു ചെറിയ ചെറിയ തോതിൽ വഴി കാണിച്ചിട്ടുണ്ടാകാം, അതല്ലാതെ ഒരു ഗുരുവിന്റെ സ്ഥാനത്ത്, ഒരു അധ്യാപകന്റെ സ്ഥാനത്ത് ഞാൻ ഒരിക്കലും വർത്തിച്ചിട്ടില്ല. പക്ഷേ ഇവരങ്ങനെയാണ് കാണുന്നത്. അല്ല, ഇവർ കണ്ടോട്ടെ, അതിൽ സന്തോഷം. പക്ഷെ ഞാൻ ചെറിയ ചെറിയ എന്താ പറയുക വഴികൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ കവിഞ്ഞുള്ള അവകാശവാദങ്ങൾ എനിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹം ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. പൂജ എന്നുള്ളതിനപ്പുറം സ്നേഹം ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ശരി, അപ്പൊ എന്തായാലും നമ്മൾ തുടങ്ങുകയാണ്. ഇനിയാണ് ദ റിയൽ അൺലിമിറ്റഡ് ഫൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വൺസ് അഗൈൻ ഇത് സ്റ്റാർ മാജിക് പവർഡ് ബൈ ജഗദീഷ്.